ഇറാന്റെ നഗരങ്ങളിലും ഊർജ്ജ കേന്ദ്രങ്ങളിലും കനത്ത വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. ജെറുസലേമിലും ടെല്ലവീവിലും ആക്രമണം നടത്തിക്കൊണ്ട് തിരിച്ചടിച്ച് ഇറാൻ. ഇറാഖിലെ വ്യോമതാവളങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങളുമായി അഞ്ജു ചേരുന്നുണ്ട്. അഞ്ജു, ഇറാഖിലും അതുപോലെ തന്നെ ഇറാനിലും ഇസ്രായേലിലും എല്ലാം പരസ്പരമുള്ള ആക്രമണങ്ങൾ കടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ എവിടെയെല്ലാമാണ് ഇപ്പോൾ യുദ്ധം അല്ലെങ്കിൽ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്? എന്തെങ്കിലും പരിക്കുകൾ, മരണസംഖ്യ എന്നിവയുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതുല്യ, ഇറാനിൽ പശ്ചിമേഷ്യ ഇപ്പോഴും അശാന്തമായി തന്നെ തുടരുകയാണ്. ഇറാനിലും അതുപോലെ തന്നെ ഇസ്രയേലിലുമൊക്കെ ആക്രമണം ഉണ്ടായിരുന്നു. ഇറാനിലെ പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെ ഇസ്രയേൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. ഇതിന് പിന്നാലെ തിരിച്ചടിച്ചുകൊണ്ട് ഇറാനും വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇറാൻ ഇസ്രയേലിലെ ലെബനനിലും അതുപോലെ തന്നെ ജെറുസലേമിലുമാണ് ആക്രമണം നടത്തിയത്. അതായത് ഇറാനും ഇസ്രയേലും പരസ്പരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഫെബ്രുവരി 28-നാണ് ഇത്തരത്തിൽ ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധമൊക്കെ ആരംഭിക്കുന്നത്. തുടർന്ന് ഈ 24 ദിവസത്തിനു ശേഷം ഒരു വെടിനിർത്തൽ പ്രഖ്യാപനമൊക്കെ വന്നിരുന്നു. എന്നാൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിനു ശേഷവും ഈ സംഘർഷത്തിന് അയവില്ലാതെ തന്നെ തുടരുകയാണ്. ഇറാനിലും അതുപോലെ തന്നെ ഇസ്രയേലിലും കനത്ത ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത്. ഇറാനിലെ പ്രധാന നഗരങ്ങൾ ടെഹ്റാനിലൊക്കെ തന്നെ ഇസ്രയേൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാഖിലെ വ്യോമതാവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അതുപോലെ ഗൾഫ് മേഖലയിലും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. സൗദി അറേബ്യയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണമൊക്കെ ഉണ്ടായിരുന്നു. സൗദി അറേബ്യയ്ക്ക് നേരെ വന്ന 19 ഡ്രോണുകൾ രാജ്യം തടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ ബഹ്റൈനിലും കുവൈറ്റിലും ആക്രമണം ഉണ്ടായിരുന്നു. ബഹ്റൈനിൽ നിരവധി തവണ സൈറണുകൾ മുഴങ്ങിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. കുവൈറ്റിൽ നടത്തിയ ആക്രമണത്തിൽ 7 വൈദ്യുത ലൈനുകൾ തകർന്നതായിട്ടാണ് വിവരം. അതുപോലെ തന്നെ ഇറാഖിലെ വ്യോമതാവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇറാഖിലെ PMF സൈനിക താവളത്തിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഈ ഒരു ആക്രമണത്തിൽ 7ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഈ അബുദാബിയിലെ മിസൈലിൻ്റെ അവശിഷ്ടം വീണ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. ഇത്തരത്തിൽ ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെ ആക്രമണം തുടരുകയാണ് ഇറാൻ. അതുപോലെ തന്നെ ഇസ്രയേൽ ഇറാനിന് നേരെ ഇറാനിലെ പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെ ആക്രമണം നടത്തുകയാണ്. തിരിച്ചടിക്കാൻ ഇറാനും തയ്യാറായി. അതായത് തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാനും ഇസ്രയേലിനും മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ലെബനനിലെ ടൈർ നഗരത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒരു ആംബുലൻസിലെ ലക്ഷ്യമിട്ടായിരുന്നു ഇത്തരത്തിൽ ഇറാൻ ആക്രമണം നടത്തിയതെന്നാണ് വിവരം. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോൾ ഇറാൻ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത്, നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തുന്നുള്ളൊരു വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരവസരം കൂടി നൽകുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇറാൻ ഇത് അപ്പാടെ നിഷേധിക്കുകയായിരുന്നു. അത്തരത്തിൽ ഒരു ചർച്ചകളും നടക്കുന്നില്ലെന്നുമാണ് ഇറാൻ പറഞ്ഞത്. യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിൽ ഒരു ചർച്ചകളും നടക്കുന്നില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോഴും ഈ ഒരു പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുകയാണെന്നാണ് വിവരം. അതുപോലെ തന്നെ മറ്റൊരു പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്, കരയുദ്ധം നടത്തിയാൽ പേർഷ്യൻ ഉൾക്കടലിൽ വ്യാപകമായി മൈനുകൾ വിതയ്ക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംഭവിച്ചാൽ ഹോർമൂസ് വഴിയുള്ള ചരക്ക് നീക്കമൊക്കെ പൂർണ്ണമായി തന്നെ നിലയ്ക്കും. അതേസമയം കരയുദ്ധത്തിന് ഇപ്പോൾ പദ്ധതിയൊന്നും ഇല്ലെന്നാണ് ട്രംപിൻ്റെ ഒരു നിലപാട്. എന്നാൽ കരയുദ്ധത്തിന് ഒരുക്കമെന്നാണ് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത്. ലെബനനിൽ സ്ഥിതി ചെയ്യുന്ന UN സമാധാന സമിതിയുടെ ഓഫീസിൽ ഇന്നലെ ഷെല്ലാക്രമണമൊക്കെ നടത്തിയിരുന്നു ഇറാൻ. അതേസമയം ഇസ്രയേലിന് നേരെ
ഹിസ്ബുള്ളയും ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. എന്തായാലും ഇസ്രയേൽ ഇറാന് നേരെ ആക്രമണം നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇറാൻ ശക്തമായ രീതിയിൽ തന്നെയാണ് തിരിച്ചടിക്കുന്നത്. ജെറുസലേമിലും ലെബനനിലും ശക്തമായ രീതിയിൽ ആക്രമണം നടത്തിയാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. ഗൾഫ് മേഖലയിലും ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗദിയിൽ നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഈ 19 ഡ്രോണാണ് സൗദി അറേബ്യ രാജ്യത്തിന് നേരെ വന്ന 19 ഡ്രോണുകൾ സൗദി അറേബ്യ തടുത്തതായിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. കുവൈറ്റിലും ബഹ്റൈനിലും ആക്രമണം ഉണ്ടായി. ബഹ്റൈനിൽ നിരവധി തവണ അപായ സൈറണുകൾക്ക് മുഴങ്ങിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുകയാണ്. നിലവിൽ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ട്രംപ് പറയുമ്പോഴും അത്തരത്തിലൊരു ചർച്ചകളും നടക്കുന്നില്ലെന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും ഈ ഒരു സംഘർഷം 24-ാം ദിവസം പിന്നിടുമ്പോഴും പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുകയാണ്. അതുല്യ. ശരി അഞ്ജു.